ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു ക്യാമറയുടെ മൊബൈൽ വ്യൂ ആണ് കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചു തരാം എത്രത്തോളം വീഡിയോ ക്വാളിറ്റി ഉണ്ടെന്ന്. ഇത് കണ്ടോ, വെറും 2 മെഗാ പിക്സൽ ക്യാമറയാണ് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. 2 മെഗാ പിക്സൽ 2.8 mm ലെൻസുള്ള ക്യാമറ. ഇതിൻ്റെ സൂമിങ് ഫീച്ചറാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത്രയും ഷാർപ്പ്നെസ് കണ്ടോ. ഹിക്വിഷൻ എന്നുള്ള കമ്പനി അക്യൂസൻസ് ഫീച്ചർ കൊണ്ടുവന്നപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ട ഇമേജ് ഷാർപ്പ്നെസ് ഇവിടെ ഈ ഒരു ക്യാമറയിൽ വരുന്നുണ്ട്. ഈ ഒരു ക്യാമറ ഏതാണ്, എന്താണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്നൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോണത് യൂണിവ്യൂ എന്നുള്ള കമ്പനിയുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇതൊരു പ്രൊമോഷണൽ വീഡിയോ ഒന്നും അല്ല. നെക്സ സിസ്റ്റം ഇതുപോലുള്ള ക്യാമറകളെല്ലാം തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇൻസ്റ്റലേഷൻ ചെയ്യുകയും സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഡീൽ ചെയ്യുന്ന പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മാത്രമാണ്, അല്ലാതെ ഇവരുടെ നിന്ന് പൈസ മേടിച്ചിട്ട് ഇവരെ പറ്റി നല്ല അഭിപ്രായം പറയുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം 100%. അപ്പോൾ നമ്മുടെ ഈ ഒരു കളർ ഹണ്ടർ സീരീസിൽ വരുന്ന ഈ ഒരു ടറന്റ് ക്യാമറ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യും. ഇതിൻ്റെ ഫീച്ചേഴ്സ്, ബേസിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുപോലെ തന്നെ ഇതിൻ്റെ ഡെമോ വീഡിയോ നമ്മൾ കാണും. ഏതാണ്ട് ഒരു 20 മിനിറ്റോളം ഈ ഒരു വീഡിയോ നീണ്ടേക്കാം. എന്തായാലും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ക്യാമറയെ പറ്റിയുള്ളത് പറഞ്ഞുതരാൻ എനിക്ക് സാധിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ക്യാമറ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളതെന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് പെട്ടെന്ന് വരാം. ഈ ഒരു ക്യാമറയുടെ മോഡൽ നമ്പറും അതിൻ്റെ പ്രൈസ്, കൂടുതൽ വിവരങ്ങളെല്ലാം തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്യാമറയുടെ ബോക്സിൽ ഉണ്ടായിരുന്ന ഇത്രയും സാധനങ്ങളാണ്: ക്യാമറ, അതുപോലെ തന്നെ ഒരു വെതർ പ്രൂഫ് ഗ്ലാൻഡ്, സ്ക്രൂ സെറ്റ്, പിന്നെ ഡ്രില്ലിംഗ് ടെംപ്ലേറ്റ്, അതുപോലെ തന്നെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്. ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്റ്റോർ റൂമിൽ നമ്മുടെ ഈ ഒരു ക്യാമറ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേ ഇരിക്കുന്നതാണ് ആ ക്യാമറ. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ വ്യൂ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇത് ഒരു നെറ്റ്വർക്ക് കേബിൾ എടുത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ നെറ്റ്വർക്ക് കേബിൾ കണക്ട് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാമറയുടെ ഡേ ടൈം വീഡിയോ ക്വാളിറ്റിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ഒരു റൂമിൽ ഇപ്പോൾ ഏകദേശം 11 മണിയാണ്. പക്ഷേ എന്നാലും ഒരു മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ്. അത്രമാത്രം വലിയ വെളിച്ചമോ കാര്യങ്ങളൊന്നും ഈ റൂമിലില്ല. എന്നാൽ പോലും നല്ലൊരു ക്വാളിറ്റി ഈ ഒരു ക്യാമറയ്ക്ക് തരാൻ കഴിയുന്നുണ്ട്. പിന്നെ ഈ ഒരു ക്യാമറ എടുത്തിട്ട് നമ്മൾ ആ മൂലക്കോട്ട് എടുത്ത് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റൂം എൻ്റയർ സ്പേസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്യാമറയ്ക്ക് കഴിയും. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ക്യാമറ 2.8 mm ലെൻസാണ് വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് സെറ്റിങ്സോ കാര്യങ്ങളൊന്നും മാറ്റം വരുത്താതെ തന്നെയാണ് ഈ ഒരു ക്യാമറ ഇപ്പോൾ കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഏതെങ്കിലും ക്യാമറയൊക്കെ എടുക്കുവാണെങ്കിൽ നൈറ്റ് പ്രൊഫൈലും ഡേ പ്രൊഫൈലൊക്കെ കോൺഫിഗർ ചെയ്തുകൊണ്ട് നമുക്ക് കളറിലത്തൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതായിട്ട് വരാറുണ്ട്. പക്ഷേ ഈ ഒരു ക്യാമറയിൽ നമുക്ക് അങ്ങനെ മാറ്റങ്ങളൊന്നും വരുത്തേണ്ടതായിട്ട് ഒന്നുമില്ല. ആ ഒരു ഡീഫോൾട്ട് കണ്ടീഷനിൽ തന്നെ ഈ ഒരു ക്യാമറ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയാണ്. ഇപ്പം ഞാൻ മറ്റ് പല ക്യാമറകളും ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നല്ല ക്ലിയർ ആയിട്ട് തന്നെ വ്യക്തമായിട്ട് എന്താണ് പറയുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതിനകത്ത് എക്കോയോ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഫീൽ ചെയ്യുന്നില്ല. എന്തായാലും ഈ ഒരു ക്യാമറ പർച്ചേസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് വർത്തായിരിക്കും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയമില്ല. പിന്നെ ഏത് റൂമിൽ നമ്മൾ വെക്കുമ്പോഴും അത് ഒരു ചെറിയ റൂമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2.8 mm ലെൻസ് നിങ്ങൾ എടുക്കാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ 4 mm ലെൻസ് അവൈലബിൾ ആണ്. അപ്പോൾ UNVയുടെ ഒരു ഫ്രീ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. അതാണ് ഈസി സ്റ്റേഷൻ. അപ്പോൾ ഈസി സ്റ്റേഷനിൽ നമുക്ക് ഇതേപോലെ വ്യൂ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഒക്കെ നിങ്ങളുടെ ഓഫീസിലോ വീട്ടിലൊക്കെ നിങ്ങൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഫ്രീ ആയിട്ട് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് പറ്റും. അത് നമുക്ക് ഏത് കമ്പ്യൂട്ടറിൽ വേണമെങ്കിലും ഇൻസ്റ്റലേഷൻ ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ക്യാമറ മാത്രമല്ല, ഒന്നിൽ കൂടുതൽ ക്യാമറകളും ഒറ്റ വ്യൂവിൽ ഇങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഇവിടെ കണ്ടോ, 64 ചാനലുള്ള NVR വെച്ചാൽ പോലും അതെല്ലാം നമുക്ക് ഈ ഒരു ഒറ്റ സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിൽ വ്യൂ ചെയ്യാൻ കഴിയും. പിന്നെ നമുക്ക് ഈ ഒരു ക്യാമറയ്ക്കുള്ളിൽ ഒന്ന് ജസ്റ്റ് ബ്രൗസർ വഴി ഒന്ന് ലോഗിൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് വരാം. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ IP അഡ്രസ്സ് നമുക്ക് അറിയണം. അങ്ങനെ കയറാൻ വേണ്ടിയിട്ട് IP 29.137 ആണ്. അപ്പോൾ ഞാൻ ഗൂഗിൾ ക്രോമോ മോസില്ലോ നിങ്ങൾ ഏതാണെന്ന് എടുത്താൽ മതി. ഞാനിപ്പോൾ മോസില്ല ഫയർഫോക്സ് ആണ് എടുക്കുന്നത്. അതിനകത്ത് ഈ ഒരു ക്യാമറയുടെ IP അഡ്രസ്സ് കൊടുക്കുന്നു. 137 ആണ്. ഈ ഒരു ക്യാമറ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പാസ്വേഡ് 123456 ആയിരിക്കും. പിന്നീട് നമ്മൾ കോൺഫിഗറേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പാസ്വേഡ് മാറ്റാം. ഇപ്പം ഞാൻ ഈ ഒരു ക്യാമറയുടെ പാസ്വേഡ് ഇപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ അതേ യൂസർ ID പാസ്വേഡ് കൊടുത്താൽ നമുക്ക് അതിനുള്ളിലോട്ട് ലോഗിൻ ചെയ്യാം. ഇവിടെയും നമ്മൾ ആ പറഞ്ഞ രീതിയിൽ നമ്മളൊരു ഈസി റൂൾ വരച്ചത് ഇവിടെ കാണിക്കുന്നുണ്ട്.
അതവിടെ കിടന്നോട്ടെ, നമ്മളിപ്പോൾ അതിനകത്തൊന്നും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. ഇവിടെ ലൈവ് വ്യൂ കാണുന്നുണ്ട്, അതേപോലെ തന്നെ പ്ലേ ബാക്കിങ് കാണാം കേട്ടോ. പ്ലേ ബാക്ക് എന്നുള്ള ഓപ്ഷൻ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ പ്ലേ ബാക്ക് കാണാൻ പറ്റും. ഈ ഒരു ക്യാമറയ്ക്കുള്ളിൽ ഞാൻ മെമ്മറി കാർഡ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് പ്ലേ ബാക്ക് വേണമെങ്കിൽ ഇവിടെ എടുത്ത് നോക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഫോട്ടോസ്, അതായത് സ്നാപ്ഷോട്ട് എടുത്തേക്കുന്നതെല്ലാം കാണാൻ കഴിയും, സെറ്റപ്പ് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് ഇതിൻ്റെ എന്തൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള സെറ്റപ്പ് എന്നുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ സെറ്റപ്പ് മെനുവിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ക്യാമറയെ പറ്റിയുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ ഈ ഒരു ക്യാമറ കാണിച്ചു തരുന്നുണ്ട്, ഇൻക്ലൂഡിങ് എത്ര മണിക്കൂറായിട്ട് ഈ ഒരു ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഓപ്പറേഷൻ ടൈം, അതായത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ഒറ്റയടിക്ക് തന്നെ ഇവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യേണ്ട കോമൺ കോൺഫിഗറേഷൻസ് എല്ലാം തന്നെ ഈ റൈറ്റ് സൈഡിലായിട്ട് ഒരു പ്രത്യേക ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. കാരണം മിക്കവാറും എല്ലാ ആൾക്കാരും ഈ ഒരു ക്യാമറയ്ക്കുള്ളിലേക്ക് ലോഗിൻ ചെയ്ത് വന്നില്ലെങ്കിൽ എന്തെങ്കിലും നെറ്റ്വർക്ക് സെറ്റിംഗ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ടൈം കോൺഫിഗറേഷൻ ചെയ്യാൻ, ഇനി നമുക്ക് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മൊബൈൽ വ്യൂ ഒക്കെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺ സ്ക്രീൻ ഡിസ്പ്ലേ സെറ്റിംഗ്സ്, അതാണ് OSD സെറ്റിംഗ്സ്, പിന്നെ യൂസറിന്റെ ഇൻഫർമേഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ, അതൊക്കെയാണ് ബേസിക് ആയിട്ട് വരുന്ന സെറ്റിംഗ്സ്. ഇവർക്ക് അറിയാം, അതുകൊണ്ട് അതെല്ലാം കൂടെ ഒരൊറ്റ വിൻഡോയിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നെറ്റ്വർക്ക് സെറ്റിംഗ്സിലേക്ക് ഇവിടെ നോക്കാം, അതുപോലെ തന്നെ വീഡിയോ ആൻഡ് ഓഡിയോ സെറ്റിംഗ്സ് നോക്കാം. ഓക്കെ, ഈ ഒരു ക്യാമറ 1920x1080 പിക്സലാണ്, 25 ഫ്രെയിംസ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ റെസൊല്യൂഷൻ, മൊബൈൽ വ്യൂ റെസൊല്യൂഷൻ നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. മൊബൈൽ വ്യൂ റെസൊല്യൂഷൻ കുറച്ചിടാനും പറ്റും, കൂട്ടിയിടാനും പറ്റും. ഇപ്പൊ നമുക്ക് വളരെ വേഗത കുറഞ്ഞ ഇന്റർനെറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ റെസൊല്യൂഷൻ കുറച്ചിടാം. അപ്പൊ വീഡിയോ ക്വാളിറ്റി കുറയും, എന്നാലും നല്ല സ്പീഡുള്ള ഇന്റർനെറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1280x720p, അതായത് 720 പിക്സൽ 1MB നമുക്ക് കൂട്ടിയിടാം. അപ്പൊ നല്ല ക്ലാരിറ്റി ആയിരിക്കും മൊബൈലിൽ കാണുന്നത് കേട്ടോ. അപ്പൊ ഞാൻ അത് ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഓഡിയോ സെറ്റിംഗ്സിലേക്ക് വന്നാൽ, ഇപ്പൊ ഞാൻ ഈ ഒരു ക്യാമറ വെക്കുന്ന സമയത്ത് ഓഡിയോ ഈ ഒരു ക്യാമറയിൽ എനേബിൾഡ് ആയിരുന്നില്ല ആദ്യം. ഞാൻ അതിന് ശേഷം ഇവിടെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഓഡിയോ ഇൻപുട്ട് എന്നുള്ള ഓപ്ഷനിൽ ഓഡിയോ എനേബിൾ ചെയ്ത് കൊടുത്താണ്. ഈ ഒരു ക്യാമറ 2-way ഓഡിയോ ഉള്ളതാണ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റും, നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ ROI എന്നുള്ളൊരു നല്ലൊരു ഫീച്ചറാണ്, റീജിയൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. നമുക്ക് എവിടെയൊക്കെയാണോ വീഡിയോ ക്വാളിറ്റി കൂടുതലായിട്ട് വേണ്ടതെന്ന് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് വരച്ചു കൊടുക്കാൻ പറ്റും, ഏരിയ മാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇമേജ് സെറ്റിംഗ്സ് നമുക്ക് ഇവിടെ ചെയ്യാൻ കഴിയും. ഓക്കെ, ഇമേജ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എക്സ്പോഷർ, സ്മാർട്ട് ഇലുമിനേഷൻ സെറ്റിംഗ്സ്, വൈറ്റ് ബാലൻസ്, ഇതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ അഡ്വാൻസ്ഡ് ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയാണ് ഡീഫോഗിങ് ഫീച്ചറും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തേക്കുന്നത്. ഈ ഒരു ക്യാമറയിൽ സ്മാർട്ട് ഇലുമിനേഷൻ വരുന്നുണ്ട്. സ്മാർട്ട് ഇലുമിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാമറ കളറായിട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടും നമുക്ക് നൈറ്റിൽ സെറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനത്തെ ഒരു ക്യാമറയാണ് ഇത് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, ഇതിൻ്റെയൊക്കെ കംപ്ലീറ്റ് കൺട്രോൾ നമുക്ക് മൊബൈലിലൂടെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ ചില ക്യാമറകളിൽ നമുക്ക് ഈ സെറ്റിംഗ്സ് NVR DVR വെച്ചിട്ട് മാത്രമേ പറ്റുള്ളൂ. മൊബൈലിൽ കൂടെ അത് മാറ്റം വരുത്താൻ ചില കമ്പനികളുടെ ക്യാമറ അനുവദിക്കാറില്ല. പക്ഷേ ഈ ഒരു ക്യാമറയിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മൊബൈലിലൂടെ കൺട്രോൾ ഉണ്ട്. പിന്നെ ഇന്റലിജന്റ് സപ്പോർട്ട് ഉള്ള ക്യാമറയാണ്, സ്മാർട്ട് ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ ലൈൻ ക്രോസിംഗ് ഡിറ്റക്ഷനും ഇൻട്രൂഷൻ ഡിറ്റക്ഷനും ചെയ്യാൻ കഴിയും. ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് മുമ്പ് വരച്ചു കൊടുത്തേക്കുന്നത് ഇതേപോലെയുള്ളൊരു വരയാണ് കണ്ടോ, ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ. അപ്പൊ ഈ ഒരു ഏരിയയ്ക്കുള്ളിലേക്ക് ആരെങ്കിലും വന്നാൽ, ഇപ്പൊ ഞാനിത് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങളെ ഒരെണ്ണം പുതിയ റൂള് കാണിച്ചു തരാം. ഇവിടെ നിന്ന് കണ്ടോ, ഡിറ്റക്ഷൻ റൂള് നമുക്ക് പുതിയ ഒരെണ്ണം സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഒരു ഏരിയ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മാർക്കിന്റെ ഉള്ളിലേക്ക് ആരെങ്കിലും കയറി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലേക്ക് അലേർട്ട് വരുന്ന രീതിയിൽ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ കഴിയും. ഇത് കണ്ടോ, ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പൊ ഈ ഒരു ഇത് ചെയ്യുന്ന മെത്തേഡ്, ഇതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ അലേർട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഇതിന്റെ തൊട്ട് മുമ്പ് ഞാനൊരു UNVയുടെ ക്യാമറയുടെ സെറ്റപ്പിനെ പറ്റി NVRും ക്യാമറ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് എങ്ങനെയാണ് ഇൻട്രൂഷൻ ഡിറ്റക്ട് ചെയ്യുമ്പോൾ അതിലേക്ക് അലേർട്ട് വരുന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് കണ്ടാൽ മതി. അപ്പൊ എന്തായാലും ഈ ഒരു ക്യാമറ സ്മാർട്ട് ക്യാമറയാണ്. ക്രോസ് ലൈൻ ഡിറ്റക്ഷനും ഇൻട്രൂഷൻ ഡിറ്റക്ഷനും ഈ ഒരു ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവന്റ്സിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ കോമൺ അലാംസ് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ നോർമൽ അലാം സെറ്റപ്പ് നമുക്ക് ചെയ്യാൻ കഴിയും. പിന്നെ നമ്മുടെ സ്റ്റോറേജിലേക്ക് വന്നാൽ ഈ ഒരു ക്യാമറക്കുള്ളിൽ നമുക്ക് മെമ്മറി കാർഡ് ഇടാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ക്യാമറ NAS സെർവറും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് NAS സെർവറൊക്കെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഈ ഒരു ക്യാമറയെ ഡയറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നതാണ്. മെമ്മറി കാർഡ് ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ക്യാമറ 128 GB മെമ്മറി കാർഡാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഇട്ടിരിക്കുന്ന 256 GB ആണ്. 256 GB മെമ്മറി കാർഡ് ഈ ഒരു ക്യാമറ എടുത്തിട്ടുണ്ട്, ഡിക്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ക്യാമറ ആ ഒരു മെമ്മറി കാർഡിലേക്ക് റെക്കോർഡ് ആകുന്നില്ല. അത് ഞാൻ കൂടുതൽ സൈസുള്ള ഇട്ടുകൊണ്ടായിരിക്കാം അങ്ങനെ റെക്കോർഡ് ആകാതെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക.
അപ്പൊ ഈ ഒരു ക്യാമറയുടെ FTP സെർവർ സെറ്റപ്പ് ആണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ FTP എന്ന് പറഞ്ഞാൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. ഇതൊരു സ്റ്റോറേജ് സെർവർ മെത്തേഡ് ആണ്. അപ്പൊ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു കമ്പ്യൂട്ടറിനെ ഒരു FTP സെർവർ ആയിട്ട് കോൺഫിഗറേഷൻ ചെയ്തുകൊണ്ട് ഈ UNV ക്യാമറ അതിലേക്ക് ഡയറക്റ്റ് റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചാനൽ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് അതിന്റെ കോൺഫിഗറേഷൻസ് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി. നമ്മൾ സാധാരണ ഒരു ക്യാമറയിലോ ഇക്വേഷൻ്റെ ഒക്കെ ഒരു ക്യാമറയിലോ CP+ന്റെ ഒരു ക്യാമറയിലോ കാണുന്നതിനേക്കാളും കൂടുതൽ ഓപ്ഷൻസ് FTPയിൽ ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പൊ അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് കണ്ടോ, റൂട്ട് ഡയറക്ടറി സെറ്റപ്പുകൾ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയും. സെപ്പറേറ്റർ വരെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ സെക്യൂരിറ്റി ഓപ്ഷൻസിലേക്ക് വന്നാൽ യൂസർ സെറ്റിംഗ്സ്, അതായത് മൾട്ടിപ്പിൾ യൂസേഴ്സിനെ നമുക്ക് ഈ ഒരു ക്യാമറ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ നമുക്കിവിടെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ HTTPS ഒതന്റിക്കേഷൻസ്, ARP പ്രൊട്ടക്ഷൻ, IP ഫിൽറ്ററിങ്, ആക്സസ് പോളിസി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് എടുത്തു പറയേണ്ട നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ IP അഡ്രസ് ഫിൽറ്ററിങ് ആണ്. അപ്പോൾ IP അഡ്രസ് ഫിൽറ്ററിങ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ക്യാമറയെ ആക്സസ് ചെയ്യേണ്ട ഡിവൈസിനെ തന്നെ സെറ്റ് ചെയ്യാൻ കഴിയും. അതായത് ഇപ്പോൾ എനിക്കൊരു ലാപ്ടോപ്പ് ഉണ്ട്, ആ ലാപ്ടോപ്പിന്റെ IP അഡ്രസ് അല്ലെങ്കിൽ ആ ഒരു ലാപ്ടോപ്പിൽ നിന്ന് മാത്രം ഈ ഒരു ക്യാമറ ആക്സസ് ചെയ്താൽ മതിയെങ്കിൽ എനിക്ക് ആ ലാപ്ടോപ്പിന്റെ IP ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അത് അലൗഡ് ലിസ്റ്റിലേക്ക് ഇട്ടാൽ മതി. അപ്പൊ ബാക്കിയുള്ള എല്ലാം എന്ത് ചെയ്യും, ഡിനൈഡ് ലിസ്റ്റിലേക്ക് പോകും. ഇനി ഡിനൈഡ് ലിസ്റ്റ് എന്ന് ഞാൻ എഴുതിയിട്ട് ഇവിടെ IP എഴുതി കൊടുക്കുകയാണെങ്കിൽ അത് അങ്ങനെയുള്ള IP അഡ്രസ്സിൽ നിന്ന് വരുന്ന ആക്സസ് ഒന്നും ഈ ഒരു ക്യാമറ പെർമിറ്റ് ചെയ്യില്ല. അതൊക്കെ നമുക്ക് ഇതിനകത്ത് വളരെ എടുത്തു പറയേണ്ട ഒരു സംഗതി തന്നെയാണ്. പിന്നെ സിസ്റ്റം എന്നുള്ള ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു ക്യാമറയുടെ ബേസിക് ആയിട്ടുള്ള നമ്മൾ സാധാരണ എല്ലാ ക്യാമറകളിലും കോൺഫിഗറേഷൻ ചെയ്യുന്ന രീതിയിലുള്ള ടൈമും അതുപോലെ തന്നെ ടൈം സോണ് ഇങ്ങനെയുള്ള NTP സെറ്റിംഗ്സും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെയിൻ്റനൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു ക്യാമറ നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഗ്രേഡേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ഈ ഒരു ക്യാമറയെ പറ്റി പറയാനുള്ളത്. അപ്പോൾ UNVയുടെ ഈ ഒരു ക്യാമറ എന്ന് പറഞ്ഞാൽ 30 മീറ്റർ നൈറ്റ് വിഷൻ നമുക്ക് കളർ കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. 2 വൈറ്റ് ലൈറ്റും അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് ലൈറ്റും ഇതിൻ്റെ ഫ്രണ്ടിലുണ്ട്. അതുപോലെ തന്നെ 2-way ഓഡിയോ ഉള്ള ക്യാമറയാണ്. ഇവിടെ സ്പീക്കർ ഉണ്ട്, ഇവിടെ മൈക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ മെമ്മറി കാർഡ് ഇട്ടിട്ട് റെക്കോർഡ് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനും ഈ ഒരു ക്യാമറകൾ കൊടുത്തിട്ടുണ്ട്. ഈ 2 സ്ക്രൂസ് അഴിച്ചു കഴിഞ്ഞാൽ 128 GB മെമ്മറി കാർഡ് ഇതിനുള്ളിലേക്ക് നമുക്ക് ഇടാൻ കഴിയും. ക്യാമറ വെച്ചതിന് ശേഷം നമുക്ക് ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും ക്യാമറ 3 ആക്സിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു ക്യാമറയുടെ മേക്കിംഗ് വരുന്നത്. ഇപ്പം നെക്സ സിസ്റ്റം എന്നുള്ള നമ്മുടെ ഈ ഒരു ചാനൽ ഒരു യൂട്യൂബ് ചാനൽ മാത്രമല്ല, നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്തു തരാൻ ഞങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും കൊറിയറും ചെയ്തു തരാൻ കഴിയും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് IP ക്യാമറകളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി അറിയണം, അതുപോലെ തന്നെ ഈ ക്യാമറ ഇൻസ്റ്റലേഷൻ ഒരു പ്രൊഫഷണൽ ആയിട്ട് തിരഞ്ഞെടുക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ മെമ്പർഷിപ്പ് എടുക്കുക. ഒരു മാസത്തേക്ക് ആകെ വരുന്ന കോസ്റ്റ് വെറും 159 രൂപ മാത്രമാണ്. നിങ്ങൾക്ക് IP ക്യാമറകളെ പറ്റിയും NVR-നെ പറ്റിയും നെറ്റ്വർക്ക് സെറ്റപ്പിനെ പറ്റിയൊക്കെ കൂടുതലായിട്ട് അറിയാനും ഒക്കെ അതിലൂടെ സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസ്, ഇതുപോലൊരു ടെക്നിക്കൽ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.